അസ്സലാമലൈക്കും ഗൈസ്. അപ്പോൾ എന്തൊക്കെയുണ്ട് വിശേഷം? ഞാനിപ്പോൾ രാവിലെ എവിടെയാണ് പോകണമെന്നറിയോ? ഞാൻ വീട്ടിൽ കുറേ സാധനങ്ങൾ മേടിക്കാനുണ്ട്. എല്ലാ സാധനങ്ങളും കഴിഞ്ഞു. നോമ്പ് 15 ഏകദേശം വീട്ടിലെ ഐറ്റംസൊക്കെ കഴിഞ്ഞു. അപ്പം ഞാൻ ഇറങ്ങിയേ രാവിലെ. ഇപ്പോൾ ഭയങ്കര ചൂടാണ്. അപ്പോൾ ഈ ചൂടത്ത് പോയി വരുമ്പോഴത്തേക്ക് എന്തായാലും ഭയങ്കര ടയർഡാവും, ക്ഷീണവും. പിന്നെ വീട്ടിൽ വന്ന് കിച്ചണിൽ വന്ന് പണിയൊക്കെ എടുക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പോൾ രാവിലെ തന്നെ ഞാൻ നേരത്തെ ഇപ്പോൾ പകുതി വെച്ച് നമ്മൾ ഇത്തായെ കണ്ടിട്ടോ. ഇത്തായെ കണ്ട് ഇത്താടെ വിഷമങ്ങളൊക്കെ കേട്ടിട്ടൊക്കെ നിന്ന് സമയം പോയതറിഞ്ഞില്ല. അന്നോ അപ്പോഴാണ് ഞാൻ വിചാരിച്ചത്, പടച്ചോനെ നമുക്കൊക്കെ ഒന്നും ഇല്ലെന്ന് വേണം പറയാം. മറ്റുള്ളവരുടെ വിഷമങ്ങളൊക്കെ കാണുമ്പോഴേ ഞാൻ വിചാരിക്കുന്നത് എനിക്ക് എന്താ ഉണ്ടോ, എനിക്ക് ഒരു വിഷമമില്ല. പടച്ചോനെ നമ്മൾ എത്രത്തോളം സ്തുതിക്കാമോ അത്രത്തോളം സ്തുതിക്കുക. നമ്മളെക്കാൾ താഴെയുള്ളവരെ നമ്മൾ എപ്പോഴും നോക്കുക. അപ്പോൾ നമ്മളെപ്പോഴും ഹാപ്പി ആയിരിക്കും. നേരെ അപ്പോഴത്തേക്ക് എൻ്റെ വണ്ടി വന്ന് പോത്തീസിലെത്തി. നമ്മൾ സൂപ്പർ മാർക്കറ്റ് തൊട്ടടുത്താണ്. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് ഞാൻ കുറച്ച് അത്യാവശ്യമായിട്ടുള്ള കുറച്ച് സാധനങ്ങളാണ് മേടിച്ചത്. ഗ്രീൻ ടീ പോലുള്ള ഐറ്റംസൊക്കെ മേടിച്ച് അത് കഴിഞ്ഞിട്ട് നേരെ മാർക്കറ്റിലെത്തിയിട്ട് നല്ല വാള മീനുണ്ട്. നല്ല ഫ്രഷ് വാള. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഫ്രൈ ചെയ്യുന്നത്. അപ്പോൾ മുളകും പുളിയൊക്കെ ഇട്ട് വെച്ചാൽ നല്ല ടേസ്റ്റാണ്. അപ്പോൾ മരിച്ചീനിയൊക്കെ മേടിച്ച് വാള മീനൊക്കെ മേടിച്ച് കൊണ്ടുവന്ന് അതൊക്കെ കറി വയ്ക്കാൻ വേണ്ടി അറുത്ത് കഴിയൊക്കെ മാറ്റി വെച്ചിട്ടപ്പോഴാണ് മീഷോയിൽ നിന്ന് രണ്ടാഴ്ചയ്ക്ക് മുന്നേ ഞാൻ ഓർഡർ ചെയ്തതാണ്. രണ്ട് പ്രൊഡക്റ്റ്. നമുക്ക് അത്യാവശ്യമാണ് ഈ പ്രൊഡക്റ്റ്. അങ്ങനെ ഞാനത് നിങ്ങൾക്കൂടെ ഒന്ന് പരിചയപ്പെടുത്തരാം. എന്തൊക്കെയാണെന്ന് വെച്ചാൽ ട്വിസ്റ്ററാണ്. ട്വിസ്റ്റർ എന്ന് പറയുമ്പോൾ നമ്മുടെ ബെല്ലി ഫാറ്റൊക്കെ ഒന്ന് കുറയ്ക്കാനും നമ്മുടെ വീട്ടമ്മമാർക്കൊക്കെ അത്യാവശ്യം എനിക്ക് നല്ല ഒരു റിസൾട്ട് കിട്ടിയത് കൊണ്ടാണ് നിങ്ങൾക്കൂടെ ഒന്ന് പരിചയപ്പെടുത്തി തരാമെന്ന് കരുതി. നല്ല ഒരു റിസൾട്ട് കിട്ടും ഇതിൽ. നമ്മൾ അരയ്ക്ക് താഴെയിട്ട് വെച്ച് തടിയൊക്കെ ആയി വരുമ്പോൾ നമ്മൾ ഈ വീട്ടമ്മമാർക്കൊക്കെ പറ്റിയ ഒരു സാധനമാണ്. അതാണ് നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരുന്നത്. ഈ ടെസ്റ്റ് ചെയ്യുമ്പോൾ തന്നെ നമ്മൾ ഈ പരിചയമില്ലാത്തവർക്ക് എവിടെയെങ്കിലും ഒന്ന് പിടിച്ചിട്ട് വേണം നമ്മൾ ടെസ്റ്റ് ചെയ്യാനേ. അപ്പോൾ ഞാനാകുമ്പോൾ നമ്മൾ എക്സ്പീരിയൻസ് ഉള്ളത് കൊണ്ട് എനിക്ക് അതിൻ്റെ ആവശ്യമില്ല. അപ്പോൾ ഞാൻ അത് കഴിഞ്ഞ് വേറെ ഈ ഒരു പ്രൊഡക്റ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ കാലിൻ്റെ മസിൽസിൻ്റെ വേദനയും അതുപോലെ വയറ് കുറയാനും ഒക്കെ പറ്റിയ ഒരു പ്രൊഡക്റ്റാണ് കേട്ടോ ഇത്. രണ്ട് നല്ല യൂസബിളാണ്. നല്ല പ്രൈസ് ആണെങ്കിൽ അത്രയ്ക്ക് വലിയ കാശൊന്നുമല്ല, നമുക്ക് താങ്ങാൻ പറ്റുന്ന ഒരു പ്രൈസാണ്. അതുകൊണ്ടാണ് എല്ലാവർക്കും മേടിക്കാൻ പറ്റും. രാവിലെയും വൈകുന്നേരമൊക്കെ ഞാൻ ഇതിൽ കുറച്ച് കസരത്തൊക്കെ നടത്തിയിട്ടാണ് ഞാൻ എൻ്റെ ജോലി ആരംഭിക്കുന്നത്. എനിക്ക് പിടിക്കേണ്ട ആവശ്യമില്ല. ഞാൻ എക്സ്പീരിയൻസ് ഉള്ളതുകൊണ്ടാണ്. എനിക്കതിൻ്റെ ടെസ്റ്റ് ചെയ്യുമ്പോൾ എൻ്റെ ആവശ്യമില്ല. എനിക്ക് പിടിച്ച് ചെയ്യേണ്ട കാര്യമില്ല. എനിക്കത് പക്ഷേ മറ്റുള്ളവരാകുമ്പോൾ അത് എവിടെയെങ്കിലും ഒന്ന് ജനറൽ കമ്പിയിൽ എവിടെയെങ്കിലും ഒന്ന് പിടിച്ചിട്ട് വേണം ടെസ്റ്റ് ചെയ്യാൻ. അല്ലെങ്കിൽ മലനടിച്ച് വീഴും. അതുകൊണ്ടാണ്. പിന്നെ ഞാൻ നല്ലൊരു ഹെൽത്തി ഡയറ്റുകാർക്ക് പറ്റിയ ഒരു ജ്യൂസാണ് കേട്ടോ ഇത്. കാരണം ക്യാരറ്റും നമ്മുടെ ഇതുണ്ടല്ലോ ഓറഞ്ചിൻ്റെ കുരുവൊക്കെ കളഞ്ഞിട്ട് അതിൻ്റെ പുറത്തുള്ള സ്കിന്നൊക്കെ കളഞ്ഞിട്ട് ഒരു മിക്സിയുടെ ജാറിലിടുക. ക്യാരറ്റ് നല്ലപോലെ അതിൻ്റെ സ്കിന്നും കളഞ്ഞ് മിക്സിയുടെ ജാറിലിട്ട് ഒരു നാരങ്ങ നീരൂടെ ചേർത്ത് നമ്മൾ നല്ലപോലെ ഐസ് ക്യൂബ്സ് വേണമെന്നൊക്കെ ഇടാം. എന്നിട്ട് മിക്സിയുടെ ജാറിൽ നല്ലപോലെ അടിച്ചെടുക്കുക. നല്ല തിക്കായിട്ടുള്ളൊരു ജ്യൂസ് നമുക്ക് കിട്ടും കേട്ടോ. നല്ല ഡയറ്റുകാർക്കൊക്കെ പറ്റിയൊരു സാധനമാണ്. ഷുഗർ ചേർത്തിട്ടില്ലേ. ഇന്നത്തെ നമുക്ക് നോമ്പ് തുറക്കാൻ പറ്റിയ ഒരു അടിപൊളി ജ്യൂസാണിത്. കണ്ടോ, നല്ല തിക്കായിട്ടുള്ള ജ്യൂസ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇത്. വല്ലപ്പോഴൊക്കെ ഒന്ന് കുടിക്കുക. നമുക്ക് നല്ല നിറം വയ്ക്കാനും സൗന്ദര്യം വയ്ക്കാനൊക്കെ പറ്റിയൊരു ജ്യൂസാണിത്. പിന്നെ ഞാൻ നാരങ്ങ വെള്ളം. അപ്പോൾ അതിൽ കുറച്ച് ബീട്രൂട്ടൂടെ ഇതിനു വേണ്ടി ബീട്രൂട്ട് ഒന്ന് അടിച്ചിട്ട് കേട്ടോ. എന്നിട്ട് കസ്കസും കൂടി ഇട്ട് അപ്പോൾ ഒരു കളർഫുള്ളായില്ലേ, അതിന് വേണ്ടിയാണേ. ഇപ്പോൾ രണ്ടിൻ്റെ കളർ ഉണ്ടോ, നല്ല രസമല്ലേ കാണാൻ. നമ്മുടെ നാരങ്ങാ നീരും നാരങ്ങാ വെള്ളവും ഓറഞ്ച് ജ്യൂസും ക്യാരറ്റും ഓറഞ്ചും കൂടെ ഇട്ടിട്ടുള്ളൊരു ജ്യൂസ്. അടിപൊളി ടേസ്റ്റാണ്. ഡയറ്റുകാർക്കൊക്കെ പറ്റിയതാണ്. പിന്നെ ഈ സ്നാക്സ് എന്ന് പറയുന്നത് എന്താണെന്ന് പറയുമോ, നമ്മൾ ഈ ഓയിലിൽ കട്ട്ലറ്റും സമൂസയൊക്കെ കഴിച്ച് ഈ നോമ്പ് തീരാറാകുമ്പോൾ കൊളസ്ട്രോളും അതുമൊക്കെ പിടിക്കുന്നതിനെ കാട്ടി വല്ലപ്പോഴുമൊക്കെ നമ്മൾ ഇതുപോലെയുള്ളതൊക്കെ ചെയ്ത് നോക്കുക. ഇതുപോലെയൊക്കെ ചെയ്ത് കഴിക്കാൻ നോക്കുക കേട്ടോ. ഇതെന്താണെന്ന് വെച്ചാൽ നമ്മുടെ ബനാന ഉണ്ടല്ലോ, ബനാനയെ നല്ലപോലെ നെയ്യിൽ നല്ലപോലെ വാട്ടിയെടുക്കുക. പിന്നെ കുറച്ച് തേങ്ങ ഇട്ട് കൊടുക്കുക. പിന്നെ നമ്മുടെ കാഷ്യൂവും റൈസിൻസും നമുക്ക് ഇഷ്ടമുള്ളതൊക്കെ ചേർക്കുക കേട്ടോ. നല്ലപോലെ വാട്ടിയെടുക്കണേ. വാട്ടിയെടുത്തതിന് ശേഷം നമുക്ക് ഇതിനൊരു ബാറ്റർ വേണമല്ലോ. അപ്പോൾ അതിനെന്താ വേണ്ടത്? മൈദാമാവ്, 1 കപ്പ് മൈദാമാവും. പിന്നെ വേണ്ടത് ഒരു മുട്ട, പിന്നെ 1 ടേബിൾ സ്പൂൺ പാൽപ്പൊടി വേണേ. പിന്നെ വേണ്ടത് എന്തുവാ? കോൺഫ്ലോർ.
ഒരു ടീസ്പൂണാണ് കോൺഫ്ലവർ കൂടെ ചേർത്ത് ഒരു തിൻ പരുവത്തിൽ, കൂടുതൽ കട്ടിയാവല്ലേ, നൈസായിട്ടൊന്ന് കലക്കിയെടുക്കുക കേട്ടോ. അതിന് ശേഷം നമ്മുടെ ഈ ഫില്ലിങ് ഇതിൽ നടുക്ക് വെച്ച് കൊടുത്തിട്ട് ഒരു ബോക്സ് പോലെ 4 സൈഡും മടക്കിയെടുക്കുക കേട്ടോ. മടക്കിയെടുത്തതിന് ശേഷം ഒന്ന് കട്ട് ചെയ്ത് കാണിച്ചു തരാവേ. കട്ട് ചെയ്ത് നല്ല ടേസ്റ്റാണ് കേട്ടോ, നല്ല ടേസ്റ്റാണ്. ഇവിടെ എൻ്റെ മോനൊക്കെ ഭയങ്കര ഇഷ്ടമാണ് ഈ ഒരു കാര്യം. അധികം ഓയിലൊന്നും ചേർക്കണ്ടല്ലോ, അതിൻ്റെ ആവശ്യം ഓയിലിട്ട് പൊരിക്കുന്നതൊന്നും അല്ലല്ലോ. പിന്നെ നമ്മൾ എന്ത് ചെയ്യും, ഇതിനെ നല്ല 4 ഇതുപോലെ പരത്തിയെടുത്തതിന് ശേഷം നമ്മൾ വേറൊരു പാനിൽ കുറച്ച് നെയ്യ് ഒഴിക്കുക, കുറച്ച് നെയ്യ് അതെല്ലാം മൊരിച്ചെടുക്കണേ. 4 സൈഡും ഇട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഇട്ട് മൊരിച്ചെടുക്കുക. മൊരിച്ച് നല്ല ക്രിസ്പി ആയിട്ട് നല്ല മൊരിഞ്ഞ് വരുമ്പോഴത്തേക്ക് നല്ലൊരു മണവും നല്ല ടേസ്റ്റുമാണ് കേട്ടോ. അപ്പോൾ ഇന്നത്തെ എൻ്റെ എല്ലാ ഇതും കഴിഞ്ഞിട്ടുണ്ട്. നല്ല ക്ഷീണമുണ്ട്, നല്ല ടയർഡാണ്. അപ്പോൾ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക.